ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി പോലീസ് നടത്തിയ റെയ്ഡിൽ രജിസ്റ്റർ ചെയ്തത് 60ഓളം കേസുകൾ. അനധികൃത ലഹരിമരുന്ന് കച്ചവടവും മദ്യവിൽപ്പനയും പിടികൂടി. ഞായറാഴ്ച പുലർച്ചെ വരെ നടന്ന പരിശോധനയിൽ പിടിയിലായവരിൽ ഭൂരിഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അനധികൃത ലഹരിമരുന്ന് കച്ചവടവും മദ്യവിൽപ്പനയും അനാശാസ്യ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പെരുമ്പാവൂർ പോലീസ് ടൗണിൽ വ്യാപകമായി പരിശോധന നടത്തിയത്. ശനിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ പെരുമ്പാവൂർ ടൗണിൻ്റെ മുക്കും മൂലയും പോലീസ് അരിച്ചുപെറുക്കി പരിശോധിച്ചു. പച്ചക്കറി കൃഷിയുടെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി മുക്താദിർ മണ്ഡലിനെ 2 കിലോ കഞ്ചാവ് സഹിതം പിടികൂടി. പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്ന് 1.5 കിലോ കഞ്ചാവുമായി ഓജിർ ഹുസൈൻ എന്നയാളും പിടിയിലായി. മലയാളി യുവാക്കൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തിവരികയായിരുന്നു ഇരുവരും. ഹോട്ടലിൻ്റെ മറവിൽ മദ്യവിൽപ്പന നടത്തിയിരുന്ന ഷഹാനു ഷെയ്ഖ് എന്നയാളെ 7 ലിറ്റർ വിദേശ മദ്യവുമായി പിടികൂടി. ഇയാളിൽ നിന്ന് മദ്യക്കുപ്പികളും ഗ്ലാസും പണവും പോലീസ് പിടിച്ചെടുത്തു. പെരുമ്പാവൂർ ടൗണിലും പരിസരത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും കഞ്ചാവുമായി 13 പേരെയും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് 15 പേരെയും നിരോധിത പുകയില വിൽപ്പന നടത്തിയതിന് 10 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. As part of Operation Clean Perambavoor, we have been conducting extensive raiding in the Perambavoor town. As part of this, we have recently seized more than 1200 bags of illegal tobacco products. അസാൻമാർഗിക പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കാനായി പെരുമ്പാവൂർ PP റോഡിൽ തമ്പടിച്ചിരുന്ന 6 സ്ത്രീകളെയും പോലീസ് പിടികൂടി. റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ, ഇൻസ്പെക്ടർ TM സൂഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിൻ്റെ ഭാഗമായി പരിശോധന നടത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.